ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മളിന്ന് പോകുന്നത് പൂനെയിലേക്കാണ്. പൂനെയിൽ നിന്നും പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫെരി. ഞാൻ എയർപോർട്ടിൽ നിന്ന് പിന്നെ നമ്മുടെ ഇവിടെ ഒരു മോളുണ്ട്. ആ മോളിലേക്ക് കയറി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടെ ഓല പിക്കപ്പ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് പൂനെ എയർപോർട്ട്. പൂനെ എയർപോർട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ ഒക്കില്ല. കാരണം നമ്മുടെ ഡിഫൻസിൻ്റെ അണ്ടർ കൺട്രോളിലുള്ളതുകൊണ്ട് നമ്മളിത് ചെയ്യുന്നത് വളരെ തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. ഈ ഒരു സ്ഥലത്താണ്. വെൽക്കം ബാക്ക് ടു ഇൻഡോർ. അപ്പം നമ്മൾ സൂറത്തിൽ നിന്ന് പൂനെയിൽ നിന്നും ഇൻഡോറിലേക്കാണ് എത്തിയത്. ഇൻഡോർ എന്ന് പറയുന്നത് നമാണ്. അപ്പോൾ ഈ ഇൻഡോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരം, അതായത് രണ്ടാമത്തെ നഗരം. അങ്ങനെ 2023 വരെയും ഒന്നാം നഗരത്തിലായിരുന്നു. 2024 സൂറത്തും ഇൻഡോറുമാണ് അത് പങ്കിട്ടെടുത്തത്. എങ്കിലും ഒന്നാം നമ്പർ തന്നെ നമുക്ക് പറയാം. ആ ഒരു സിറ്റിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ടുള്ള സിറ്റി തന്നെയാണ്. ഇതിൽ യാതൊരു ഡൗട്ടും ഇല്ല. നമുക്ക് ഇത്രയും മരങ്ങളൊക്കെ റോഡിലുണ്ടെങ്കിലും ഒരു ചപ്പോ ചവറോ അങ്ങനെ ഒന്നും സാധനങ്ങൾ കിടപ്പില്ല. അതുപോലെ തന്നെ വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. ഈ സിറ്റി വളരെ ക്ലീനാണ്. ഉള്ളിലുള്ള റോഡുകളും വളരെ ക്ലീനാണ്. ഇനി സിറ്റി വിട്ടുള്ള ഏരിയ നമുക്ക് പിന്നീട് കാണാം. ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് ഉജ്ജൈൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ആ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഉജ്ജൈൻ എന്ന് പറയുന്നത് ഒരു മഹാദേവ ക്ഷേത്രമാണ്. അതായത് ഇപ്പം നടക്കുന്ന മഹാകുംഭമേള പോലെ തന്നെ ഒരു കുംഭമേള ഇവിടെയും നടക്കാറുണ്ട്. അപ്പം ഇതാണ് ചപ്പൻ എന്ന് പറയുന്നത് വിരാട് കോഹ്ലി എപ്പം ഇൻഡോർ വന്നാലും അല്ലെങ്കിൽ എപ്പോൾ ഇവിടെ വന്ന ഇൻഡോറിൽ വന്നാലും ഭക്ഷണം കഴിക്കാൻ വരുന്ന അതേ സ്ഥലമാണ് ചപ്പൻ എന്ന് പറഞ്ഞത്. ചപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 56 കടകൾ ഒരുമിച്ചുള്ളതുകൊണ്ടാണ് ആ ചപ്പൻ എന്ന് പറയുന്നത്. ഇത് വേറൊരു സംഭവമാണ്. ഇതൊരു മോളാണ് ഇവിടുത്തെ. ഈ മോളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ നിലയിൽ ഗോകാർട്ടിൻ്റെ ഫുള്ള് സെറ്റപ്പ് 4ാമത്തെ നിലയിലാണ്. അങ്ങനെ നമ്മൾ ഉജ്ജൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഉജ്ജൈനിൽ നമ്മൾ ഒരു 50 രൂപ കൊടുത്താൽ മാത്രം മതി ബസ് ഇറങ്ങിയതിന് ശേഷം. ഇതാണ് മെയിൻ എൻട്രി. കുറച്ച് നടക്കേണ്ട ആവശ്യമുണ്ട്. പഞ്ചമുഖി ഹനുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മുഖങ്ങളുള്ള ആ ഹനുമാൻ്റെ ഒരു പ്രതിമയാണ് ആ കണ്ടത്. അതേപോലെ തന്നെയാണ് ഈ കാണുന്നത് ഭാരത് മാതാ ടെമ്പിളാണ്. അതായത് ഭാരത് മാതായുടെ ടെമ്പിൾ. അതും വളരെ ഒരു സംഭവമാണ്. അതായത് നമുക്കൊരു കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ അമ്പലത്തിൽ ഈ ഏരിയ ഫുള്ള് ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ആൾക്കാരുടെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫുള്ള് സെറ്റപ്പ് നല്ല രീതിയിൽ എന്നാണ് നമ്മുടെ എൻട്രി ഉള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സ്പീഡ് ടിക്കറ്റ് കൗണ്ട് ഉണ്ട്. അതായത് പെട്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ദർശനം ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ സ്പീഡ് ദർശനത്തിനുള്ള ടിക്കറ്റ് ഒരെണ്ണത്തിന് 250 രൂപ. ഇത് ഞങ്ങൾ തെറ്റിക്കയറിയാണ്. ഇവിടെ ജനറൽ എൻട്രി ആണുള്ളത്. നമുക്ക് സ്പീഡ് ടിക്കറ്റ് എടുത്തതിന് ശേഷം കാണണമെന്നുണ്ടെങ്കിൽ 4ാം നമ്പർ ഗേറ്റിലൂടെ വേണം പോകാൻ. അതിന് ഈ വഴിയല്ല, വേറൊരു വഴിയും കൂടെ ഉണ്ട്. പക്ഷേ ഇതുവഴി വന്നെങ്കിൽ നമുക്ക് മൊത്തം കറങ്ങി തന്നെ പോകേണ്ടി വരും. അങ്ങനെ ഇന്ത്യയിൽ 12 ജ്യോതിർലിംഗങ്ങളാണുള്ളത്. അതിൽ ജ്യോതിർലിംഗമാണ് ഈ നമ്മളിപ്പോൾ കാണുന്ന ഉജ്ജൈനിലുള്ളത്. ഇതിൽ ഒന്നാമതെന്ന് പറഞ്ഞാൽ സോമനാഥ് ജ്യോതിർലിംഗം, അത് ഗുജറാത്തിലാണ്. 2ാമത് മല്ലികാർജുന ജ്യോതിർലിംഗം, അത് ആന്ധ്രാപ്രദേശിലാണ്. മഹാകാലേശ്വർ ജ്യോതിർലിംഗം, അതാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഉജ്ജൈൻ, മധ്യപ്രദേശ്. ഓംകാരേശ്വർ ജ്യോതിർലിംഗമുണ്ട്, അതും മധ്യപ്രദേശിൽ തന്നെയാണ്. പിന്നീടുള്ളതാണ് നമ്മുടെ കേദാർനാഥ്, പിന്നെ ഭീമശങ്കർ ജ്യോതിർലിംഗം, അത് മഹാരാഷ്ട്രയിലാണ്. വിശ്വനാഥ് ജ്യോതിർലിംഗം വാരണാസി, ഉത്തർപ്രദേശ്. അതിനുശേഷം ത്രയംബകേശ്വർ ജ്യോതിർലിംഗം മഹാരാഷ്ട്രയിലാണ്. വൈധവ്
വൈദ്യനാഥ് അതും ജാർഖണ്ഡിലാണ്. നാഗേശ്വർ ജ്യോതിർലിംഗം അത് ഗുജറാത്തിലാണ്. രാമേശ്വരം അത് നമുക്കറിയാം തമിഴ്നാട്ടിൽ. കൃഷ്ണേശ്വർ ജ്യോതിർലിംഗം അത് മഹാരാഷ്ട്രയിലാണ്. ഈ ശിവലിംഗം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും തന്നെ പുറത്തേക്ക് വന്ന ഒരു ശിവലിംഗമാണ്. അതായത് അതേപോലെ തന്നെ ഉജ്ജയിനിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു രാജാവോ അല്ലെങ്കിൽ രാജകുടുംബത്തിൽപ്പെട്ടവരോ അതായത് രാജപദവിയിലിരിക്കുന്ന ആരും വന്ന് താമസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഉജ്ജയിനിലെ രാജ മഹാകാൾ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ആരും വന്ന്, ഉദാഹരണമായിട്ട് പറയുന്നത് 4ാമത്തെ നമ്മുടെ PM ആയിരുന്ന മൊറാർജി ദേശായി രാത്രിയിൽ വന്ന് അവിടെ താമസിക്കുകയും അതിന്റെ പിറ്റേ ദിവസം തന്നെ മന്ത്രിസഭ വീഴുകയും ചെയ്തിരുന്നു. അതൊരു ഇൻസിഡന്റ് ആണ്. അതിനുശേഷം കർണാടക മുഖ്യമന്ത്രി എന്ന VS യെദ്യൂരപ്പ ഇവിടെ മന്ദിറിൽ അതായത് അമ്പലത്തിൽ വിസിറ്റ് ചെയ്യുകയും അവിടെ ഒരു ദിവസം നിൽക്കുകയും ചെയ്തു. ആ നിന്നതിന്റെ ശേഷം പിറ്റേ ദിവസം ആ ഒരു ഇതിൽ തന്നെ തൊട്ടടുത്ത ദിവസം നിന്ന് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഇൻസിഡന്റ് ഉള്ളത് കൊണ്ടും തന്നെ കാലപ്പഴക്കം തൊട്ടേ അതൊരു ആചാരമായിട്ട് വരുന്നതാണ്. ഒരു ഇതിലെ രാജാവ് വന്ന് ഇവിടെ രാത്രിയിൽ താമസിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.